What is up fam? It's your boy Abi. Another vlog. കുറേ ആയി ഒരു വ്ളോഗ് ഇട്ടിട്ട് ഞാൻ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഡൗൺ ആയി. But then the boy is back now, yeah. So nothing to worry about. So ഇന്ന് വ്ളോഗ് എടുക്കാൻ കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. We have come to a place called Peak District. So ഇതാണ് നമ്മൾ എടുത്ത ടെൻറ്റ് നിൽക്കാനായിട്ട്. 3 ബെഡുണ്ട്. അപ്പം ഞാനും പിന്നെ തമിഴ് സൂപ്പർ സ്റ്റാർ അണ്ണാത്തയും പിന്നെ ഇംഗ്ലീഷ്മാൻ ആശിഷ് ഉദയഭാനു. I have been in Singapore for a long time. And my brother Abhijit. അപ്പം അവർ പുറത്ത് ചായ കുടിക്കുകയാണ്. ബൈ ദ വേ എൻ്റെ മുഖത്ത് വല്ലതും ചേഞ്ചിങ് കാണുന്നുണ്ടോ? ഇത് കണ്ടോ? ഇതാണ് ചേഞ്ച്. അതിലൊക്കെ കുത്തി. ഹേ അണ്ണാത്തി, ഹായ് പറയൂ വ്ളോഗിനോട്. ആരോട് ഹായ് പറയുന്നത്? വ്ളോഗിനോട് ഹലോ ഗൈസ്. ഫാൻസ് ഹലോ. ആസനങ്ങൾ ചെയ്ത് റെഡിയാവുന്ന ശ്രീ അണ്ണാത്തി. അടുത്ത ശീർഷാസന. ദീർഘാസനം എടുത്ത ഒരു ദീർഘശ്വാസം വലിച്ചിട്ട് ദീർഘാസനമൊക്കെ ചെയ്യാൻ പോവാ. ആ ചേട്ടന് എന്താ പറയാനുള്ള? ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ല. ആ ചേട്ടന് എന്താ പറയാല്ലേ? എങ്ങനെയാ വിശ്വസിക്കാൻ തുടങ്ങി? എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് വന്ന് തലക്കാടിന് കിട്ടുന്നു. കിട്ടുന്നത് വേദനിപ്പിക്കില്ലെന്ന് കരുതിയവരിൽ നിന്ന് വേദനിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ട്രെക്കിംഗ് തുടങ്ങി. ഈ മലയാണ് കയറാൻ പോകുന്നത്. കയറുമെന്ന് കണ്ടറിയാം. മല കയറുവോ? ഓ തീർച്ചയായിട്ടും കയറുന്നതെന്ന്. അഷിബാൻസ് മല കയറുന്നാണോ പറയുന്നത്? പക്ഷെ അണ്ണാത്തി അതെയാ? അണ്ണാത്തി of course bro, easy bro. നമുക്ക് കാണാം ആരൊക്കെ മുകളിൽ എത്തുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മുടെ ടെൻറ്റ് സെറ്റപ്പ് അവിടെ ഉണ്ട്. ഷിബാൻസ്, അഭിജിത്ത്, അക്ഷയ് പോകുന്നുണ്ട്. എന്താ വന്നിട്ടുണ്ട് ഗൈസ്? കോഹ്ലിയെ പോലെ ആരെയോ കണ്ടു കൂടെ. അനുഷ്ക ശർമ്മയാണോ തോന്നുന്നു. I think Kohli guys, Virat Kohli is here. എൻ്റെ മോനെ വിരാട് കോഹ്ലി. Hi sir. Oh hi nice to meet you. Hi sir, big fan sir, big fan. That's right man. Hi ma'am. Tigo Guys, that's me man. Oh my god guys, I can't believe this. Virat Kohli. Go away, stupid! In the house of my wife and daughter, you will not see any minute after today. Arge poda. Virat Kohli. Finally guys. അപ്പോൾ വിരാട് കോഹ്ലിയും അനുഷ്കയും നമ്മളുടെ ട്രെക്കിങ്ങിൽ ജോയിൻ ചെയ്തു. അനുഷ്ക, വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ഒന്നും അല്ല, ഞാനാണ്.
Ahmed Muksir from Kasaragod. കാസർഗോഡ്. I'd like to be known by myself, yeah. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അത് കറക്റ്റ് ചെയ്ത് അത് ശരിയില്ല. അപ്പോ ഇതാണ് വിരാട് കോഹ്ലി. ഈ സൈഡിന്ന് ടൊവിനോ, അപ്പുറത്ത് വിരാട് കോഹ്ലി, നേരെ ജനകോടികളുടെ വിരാട് കോഹ്ലി. Wait a minute. അപ്പുറത്ത് വിരാട് കോഹ്ലി, നേരെ ജനകോടികളുടെ വിരാട് കോഹ്ലി. എക്സ്പീരിയ. அப்ப வந்தான் தலைவர் அவன். എങ്ങനെയുണ്ട് ട്രെക്കിംഗ് സ്പോട്ട് എങ്ങനെയുണ്ട്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഈജിപ്തിൽ ലെക്സോർ നഗരത്തിന്റെ സായന്തനത്തിൽ നൈൽ നദിയുടെ തീരത്തെ കോർണിഷിൽ നിൽക്കുകയാണ് ഞാൻ. ഇന്ന് നഗരത്തിലെ ലെക്സോർ ക്ഷേത്രവും കുറച്ചകലെയുള്ള കർണാക് ക്ഷേത്രവും ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞു. Anushka Sharma, what's up with you, Anushka? Tell my subscribers to subscribe again. Where the hell is my bodyguard? അമ്മാനെ സൂക്ഷിക്കണേ. അമ്പാണേ അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ഇത് ബോഡിഗാർഡ് ആണ് അമ്പാൻ. Leading the way to the top. We got Anushka following me. We got Ashi Banser right behind. And we've got the whole squad back there. ഏകദേശം ഒരു half an hour walk more probably. Oh shit. കണ്ടിട്ട് ആട്ടും കാട്ടാൻ തോന്നുന്നു. Goat shit. Shit. കേവുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാ കാക്കേ എക്സ്പ്ലോർ ചെയ്തോ? കണ്ടിട്ട് എന്തോ ഫുട് പ്രിന്റ്സ് കാണുന്നുണ്ട്. പുല്ലിയാന്ന് തോന്നുന്നു. Pretty good trek. And yeah, we'll probably be there in like 10 minutes. Yeah. We got Virat Kohli in the house. ഇതൊരു വളരെ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽപ്പെട്ട ഫ്ലവർ ആണ്. ബ്ലുക്കാരിയസ് കസ്കോണിയാണ് അതിൻ്റെ പേര്. ഫുള്ള് തോൺസ് ആണ്, അതുകൊണ്ട് തൊടണ്ട. ഈ കാട്ടിൽ മൊത്തം ഇതാണ്. പീക്ക് പോയിന്റ് എത്തി. വ്യൂ ആണ്, നല്ല കാറ്റും. അവിടെ ആണ് നമ്മുടെ ടെൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. റിസ്കി ഷോട്ട് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഗൈസ്, ഓൺലി ഫോർ യു ഗൈസ്. നമ്മൾ ഡ്രോൺ എടുത്തിട്ട് 1000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ പറത്തിയിട്ട് ഇതിന്റെ ചുറ്റും ഓടിപ്പിക്കാണ് നമ്മുടെ ഡ്രൈവർ വിരാട് കോഹ്ലിയുടെ അവിടെ. Yeah, we're gonna fly the drone 1000 meters in the sky, bro. So get ready for that, yeah. എന്നിട്ട് Guys, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 5000 meters above sea level. ഹിമാലയൻ മൗണ്ടൻസിനേക്കാളും മുകളിലാവുന്നില്ല. അങ്ങനെ തോന്നുന്നത്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. സോറി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡ്രോൺ ഷോട്ട് വരെ എടുക്കാൻ വിചാരിച്ച് ഡ്രോൺ എല്ലാം കൊണ്ടുവന്നു. പക്ഷെ ദ്രോണാചാര്യർ നമ്മളെ ചതിച്ചു. Wait a minute. Hey, we're gonna fly the drone 1000 meters in the sky, bro. So get ready for that, yeah. ദ്രോണാചാര്യർ അമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഏയ് അബി അബിന്ന് വിളിക്കുമ്പോ രണ്ടുപേരും കൂടി ചോദിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഒരു എന്തെങ്കിലും ഇനീഷ്യൽസാ കോഡാ വല്ലത്താ എന്താ വിളിക്കണ്ടേ? നിന്നെ എന്താ വിളിക്കണ്ടേ? ഗോഡ് ലൈഫ് എന്ന് വിളിച്ചാൽ മതിയോ? അപ്പൊ ഞാൻ വിളി വെക്കും. അത് കൊള്ളാം. നിന്നെയോ? കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ആദ്യം അബീന്ന് വിളിച്ച തന്നെയല്ലേ, അതങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ നീ അബിയും അവൻ എടാ ബ്ലോഗർ വേണ്ട, അത് പറ്റില്ല. വേറെ വേറെ ആൾക്കാരെ കൂട്ടുന്നുണ്ട്. കൂട്ടുന്നതിനെ വിളിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? ഗോട്ടല്ലേ? എന്നാ ഗോട്ടിൽ ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിനി കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരും അടിക്കടിക്ക്. അതൊക്കെ നിന്നെ വിളിക്കുന്നതാ ഗോട്ട്. ഏതോ സായിപ്പിന്റെ പറമ്പിൽ കയറി തിരിച്ച് വീട്ടിലെത്താൻ
പാടുപെടുകയാണ്. റോഡും റൂട്ടും എല്ലാം മാറി തിരിച്ച് ഭൂമിയിലേക്ക് എത്തി, ഗ്രൗണ്ട് ലെവലിലെത്തി. ഇനി നമ്മുടെ ടെൻറ്റിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റും കൂടി, ജസ്റ്റ് 5 minutes ട്രെക്കിംഗ്. ഓ ജസ്റ്റ് വണ്ടർഫുൾ. എങ്ങനെയുണ്ട് നാശോട്ടാ ട്രെക്കിംഗ്? ഫാബുലസ്. 5 എത്ര കൊടുക്കാം? 5. ട്രെക്ക് ചെയ്തോ? ഇതൊക്കെ ഒരു നടത്തം. ട്രെക്കിംഗ്. ഈജിപ്തിൽ ലെക്സോർ നഗരത്തിന്റെ സായന്തനത്തിൽ നൈൽ നദിയുടെ തീരത്തെ കോർണിഷിൽ നിൽക്കുകയാണ് ഞാൻ. ഇന്ന് നഗരത്തിലെ ലെക്സോർ ക്ഷേത്രവും കുറച്ചകലെയുള്ള കർണാക് ക്ഷേത്രവുമൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു. പകലിന്റെ കൊടും ചൂടിന് തെല്ലൊരു ശമനമായെങ്കിലും ചൂടുകാറ്റ് തന്നെയാണ് വീശി. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ച് ഇറങ്ങലായി. എൻ്റെ കൂടെയുള്ളത് അണ്ണാത്തെ ഈസ് ഡ്രൈവിംഗ് ദ കാർ. ഇവിടെ നേരെ മുമ്പിൽ അഭിജിത്ത് ബാൻഡ്, ആഷ് ബാൻഡ്. അപ്പോൾ ഇനി പോയി കുറച്ച് ട്രെക്കിംഗ് കൂടി ചെയ്ത് ഏതെങ്കിലും ഒരു റിവേഴ്സ് സൈഡോ ലേക്കിലോ മറ്റോ പോയി ബാക്ക് ടു ലണ്ടൻ. ഇനി എന്താ വരാനുള്ള? ഞാനടുത്ത് സ്ട്രെച്ച് ചെയ്യുന്ന ഇടയ്ക്ക് ഇവരെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവസാനത്തെ ട്രെക്കിംഗ് സ്പോട്ടിലെത്തി. ഇവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ച് നടക്കൂ. എന്നത്തേക്ക് ഞാനൊന്ന് ഇവനാരാ സമ്മതിക്കും. ചമ്മി ആ പോസ്റ്റിന്റെ ബലം പരീക്ഷിക്കാൻ പോകുന്നു. ഹനുമാൻ കൈൻഡ് വെറുതെ എടുത്ത് എല്ലാം കഴിഞ്ഞു. നമ്മള് തിരിച്ച് വിടുകയാണ്, back to Balkan. So see you guys in the next video. Yeah, take care, love. Is broken.